ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ഹൗസ്ഫുൾ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന AMCS FNCKയുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ കയറിയതിനു ശേഷം AMCS FNCK എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. സൈറ്റിൽ കയറിയതിനു ശേഷം നമുക്ക് 3 രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് ടോട്ടൽ ആയിട്ടുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് നിങ്ങളുടേതായ ലിസ്റ്റ് മാത്രമായിട്ടും കാണാൻ സാധിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതും നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. BSc നഴ്സിംഗിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വേറെ ഏജന്റ് വഴിയോ അങ്ങനെ ഒന്നും തന്നെ AMCS FNCK കോളേജസിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അതുപോലെ തന്നെയുള്ള നെക്സ്റ്റ് അലോട്ട്മെന്റിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. എനിവേ പറയുവാണെങ്കിൽ സെപ്റ്റംബർ 20 മുന്നേ തന്നെയായിട്ടും AMCS FNCKയുടെ ടോട്ടൽ അലോട്ട്മെന്റ്സ് എല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം വരുന്നതാണ്. വാക്കൻസി വരുന്നതനുസരിച്ച് മാത്രമേ AMCS FNCKയിൽ സ്പോട്ട് അലോട്ട്മെന്റ് വരികയുള്ളൂ. വാക്കൻസി വരുവാണ് എന്നുണ്ടെങ്കിൽ അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെയും പറയുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ അഡ്മിഷൻ 2025 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകും. ഇതിൽ നിന്നും ഞാൻ BSc നഴ്സിംഗ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് ഫുൾ ആയിട്ടുള്ളതും കാണാൻ പറ്റും. ഫസ്റ്റ് അലോട്ട്മെന്റ് കോളേജ് വൈസ് ലിസ്റ്റും ഇൻസ്ട്രക്ഷൻ ടു ആപ്ലിക്കൻസ് ഓൺ ഫസ്റ്റ് ഓൺലൈൻ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതും ഇതിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് അലോട്ട്മെന്റ് ലിസ്റ്റ്, എല്ലാ കുട്ടികളുടെയും അലോട്ട്മെന്റ് ലിസ്റ്റ് നോക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ 800 സ്റ്റുഡൻസിനാണ് ഇവിടെ അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഇൻഡെക്സ് മാർക്കിലാണ്, ഏത് കാറ്റഗറിയിലാണ്, അതുപോലെ എത്രാമത്തെ അലോട്ട്മെന്റിലാണ്, അതുപോലെ തന്നെ ഏത് കോളേജിലാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം. SAN, JMN ഇങ്ങനെയൊക്കെയുള്ള കോഡ് നമ്പേഴ്സ് ആണ്, കോഡ് ലെറ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ കാണിച്ചിരുന്ന കോളേജ് വൈസ് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഡ് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ 800 സ്റ്റുഡൻസിനാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ 2 കോളേജസ് ടെക്നിക്കൽ ഇഷ്യൂ കാരണം അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. ഇത് അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതായിരിക്കും. ആ 2 കോളേജസ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് താഴെ നോട്ടായിട്ട് കൊടുത്തിട്ടുള്ള 2 കോളേജസ് ആണ് വരുന്നത്. SH കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തല, സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഇരിഞ്ഞാലക്കുട. ഈ 2 കോളേജസ് ഈ അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമാണ് ഉൾപ്പെടുത്താത്തത്. അങ്ങനെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റുഡൻസിന് അവിടെ അലോട്ട്മെന്റ് കിട്ടുന്നതാണ്. ഓൾറെഡി അവിടെ ഓപ്ഷൻ വെച്ച കുട്ടികൾ എന്താ ഈ കോളേജ് വരാത്തത് എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ ഇത് ക്ലിയർ ചെയ്യുന്ന അനുസരിച്ച് അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. നമുക്ക് ഓവറോൾ എല്ലാ അലോട്ട്മെന്റും കാണാൻ പറ്റും. അല്ലാതെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങളുടേത് മാത്രമായിട്ടും അലോട്ട്മെന്റ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കോളേജ് വൈസ് ലിസ്റ്റ് ഒന്ന് നോക്കാം. അതിലേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കോഡ് കാണാൻ വേണ്ടി സാധിക്കും. കോളേജ് കോഡ്, അതാണ് നമുക്ക് അലോട്ട്മെന്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കോഡ് അനുസരിച്ച് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫസ്റ്റ് ഓൺലൈൻ അലോട്ട്മെന്റ് വന്ന കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ആ ഒരു പ്രോസ്പെക്ടസ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് സെപ്റ്റംബർ 8 പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10 ആണ്. നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കണ്ട. ഇപ്പോൾ നിങ്ങൾ 25,000 റുപ്പീസ് ടോക്കൺ ഫീസ് അടച്ച് സെക്യൂർ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് ഉറപ്പ് വരുത്തണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓൾറെഡി എടുത്തിട്ടുള്ള ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജ് ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലേക്കുള്ള ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളയുക. അതുപോലെ താഴോട്ടുള്ള ഓപ്ഷൻസ് ഓൾറെഡി ക്യാൻസൽ ആയിട്ടുണ്ടാകും. അതുപോലെ 25,000 റുപ്പീസ് നിങ്ങൾ ഓൺലൈനായിട്ടോ ചെല്ലാൻ വഴിയോ ഫീസ് അടയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ സീറ്റ് അവിടെ സെക്യൂർ ചെയ്ത് കൺഫേം കൊടുത്ത് ഉറപ്പ് വരുത്തുക. ഇതാണ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ടത്. അടുത്ത നിങ്ങളുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ടോക്കൺ ഫീസ് അടയ്ക്കുക. ടോക്കൺ ഫീസ് 25,000 റുപ്പീസ് അടച്ചതിന് ശേഷം അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുകയില്ല.
ഇനി അടുത്ത ഡൗട്ടായിരിക്കും, LBSലും ഇതേ ടോക്കൺ ഫീസ് 25,000 റുപ്പീസ് അടച്ചല്ലോ, അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആകുമോ എന്ന്. അങ്ങനെ ഒന്നും ട്രാൻസ്ഫർ ആകില്ല. LBS, PNCMAക്ക് AMCS FNCKയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഡൗട്ട്സ് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ ഇനി അടുത്ത ടോക്കൺ ഫീസും കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട. നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ആരും തന്നെ ഡയറക്റ്റ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കണ്ട. നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ച് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്താൽ മതിയാകും. സെപ്റ്റംബർ 18 മുതൽ സെപ്റ്റംബർ 20 വരെയാണ് നിങ്ങൾ കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാനുള്ള സമയമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റുകളും കാര്യങ്ങളും ഒക്കെ വരും. ഈ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം സീറ്റ് വാക്കൻസി വരുവാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓൾറെഡി ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടേക്ക് അഡ്മിഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് റീഫണ്ട് കിട്ടും. പക്ഷെ അത് സെപ്റ്റംബർ 20 മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ വേണ്ടെന്നുള്ള രീതിയിൽ ആപ്ലിക്കേഷനിൽ ക്യാൻസൽ ചെയ്യുകയും അതുപോലെ തന്നെ റീഫണ്ട് ഓപ്ഷൻ കൊടുത്ത് ക്യാഷ് തിരിച്ചു വാങ്ങാനുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതുമാണ്. ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് PNCMAക്ക് LBSലോട്ട് മാറാൻ പറ്റുമോ എന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. ഓൾറെഡി സെപ്റ്റംബർ 20 ശേഷം അഡ്മിഷൻ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കില്ല. പെനാൽറ്റിയും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് വളരെ വ്യക്തമായി തന്നെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ട ഒറിജിനൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളെല്ലാം പ്രോസ്പെക്ടസിൽ തന്നെയുണ്ട്. അപ്പോൾ ഓൾറെഡി LBSൽ അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഡോക്യുമെന്റ്സ് ഒറിജിനൽ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ AMCS FNCKയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഓൾറെഡി വേറെ ഏതെങ്കിലും കോളേജസിലെ ഡോക്യുമെന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കോളേജിന്റെ പെർമിഷൻ ചോദിക്കുക. പെനാൽറ്റി ഇല്ലാതെയാണെങ്കിൽ ഡോക്യുമെന്റ്സ് വാങ്ങിച്ച് ഇങ്ങോട്ടേക്ക് കൊടുക്കാവുന്നതാണ്. ഇനി പെനാൽറ്റി വരുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെനാൽറ്റി കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ചോയ്സ് ആണ് എവിടെ പഠിക്കണം, ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുക. ഇവിടെ ടോക്കൺ ഫീസ് അടയ്ക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം വേണം നിങ്ങൾ മുന്നോട്ടുള്ള അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. അതുപോലെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ബാക്കിയുള്ള കോളേജസ് എല്ലാം റിമൂവ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് അത് തന്നെ സെക്യൂർ ചെയ്യാം. അതുപോലെ തന്നെ മറ്റ് കോളേജസ് ഹയർ ഓപ്ഷൻസ് ആയിട്ട് വെച്ച് നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് അലോട്ട്മെന്റിൽ ഓൾറെഡി അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം മാത്രം വെയിറ്റ് ചെയ്യുക. ടോക്കൺ ഫീ അടയ്ക്കാത്ത കുട്ടികളെ അടുത്തതിലേക്ക് പരിഗണിക്കുകയില്ല. ഓൾറെഡി ഒന്നുകൂടി പറയുന്നത് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് തോന്നും, അതുകൊണ്ടാണ്. അതിനകത്ത് എസ് എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻസ് എന്നും നോ ഡു നോട്ട് എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻസ് എന്നും AMCS FNCKയുടെ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത സമയത്തുള്ള ഓപ്ഷൻസിൽ കാണുന്നതായിരിക്കും. അതനുസരിച്ച് തീരുമാനമെടുത്തിട്ട് വേണം റീഅറേഞ്ച്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട്. എല്ലാം കഴിഞ്ഞ് അലോട്ട്മെന്റ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, കൺഫേം കൊടുക്കാൻ ആരും മറന്നു പോകരുത്. റീഅറേഞ്ച്മെന്റ് ചെയ്താലും നിങ്ങൾ സെക്യൂർ ചെയ്താലും എന്ത് ചെയ്താലും ലാസ്റ്റ് കൺഫേം കൊടുക്കണം. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഉടനടി ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.